ഞാൻ ഒറ്റ മിനിറ്റിൽ പറഞ്ഞങ്ങ് പോയേക്കാം. ഇത് കാര്യമായ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയാ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ചില പത്രമാധ്യമങ്ങൾ കാണുമ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്നവർ ഈ ഗവൺമെന്റിനെ കുതികാല് വെട്ടാനോ പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞങ്ങ് വെക്കുക. VD സതീശന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ഒരു ഗവൺമെന്റാ. കേരളത്തിനെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റാ. ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഗവൺമെന്റാ. പക്ഷെ നിങ്ങൾ അധികാരമോഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അധികാരം തലക്ക് പിടിച്ച് നടക്കുന്നവർ ഈ ഗവൺമെന്റിനെ സ്വന്തം കൂട്ടത്തിൽ നിന്ന് കുതികാല് വെട്ടി അങ്ങ് എന്തെങ്കിലും നേടിക്കളയുക എന്നൊരു ധാരണ അത്തരക്കാർക്ക് ഉണ്ടെങ്കിൽ സകലമാന ദൈവങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, കാലേ വാരി ഭിത്തിയിലടിക്കും. ഒരു തർക്കവും വേണ്ട. മനസ്സിലായ? കോൺഗ്രസ് പാർട്ടിക്ക് അണികൾ ചെയ്ത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു പ്രസ്ഥാനമായത്. അല്ലാതെ നിന്റെയൊന്നും മെടുക്ക് കൊണ്ടും നിന്റെയൊന്നും പ്രവർത്തനം കണ്ടിട്ടൊന്നുമല്ല ഈ പ്രസ്ഥാനം അധികാരത്തിലേക്ക് വന്നത്. എവിടെയെങ്കിലും പോയിട്ട് അടയിരുന്നിട്ട് ഇപ്പൊ അവസാനം അധികാരം കിട്ടുമ്പോ അതിന് എന്താ പറയേണ്ടത് അധികം കിട്ടാതിരിക്കുമ്പോ ഒരു നല്ലൊരു ഗവൺമെന്റിന്റെ പിന്നിൽ നിന്ന് കുത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുക അല്ല, എന്നിട്ട് അത് മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷമാക്കി നടക്കുന്നുണ്ട്. ഇന്നലെ വേറൊരുത്തം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയും മിനിയാന്നൊക്കെ ഒരു കത്തും കൊണ്ട് വന്നേനു. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഇവനൊക്കെ എവിടെ ഇരുന്നു എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നാടായ നാട് മുഴുവൻ ബാറ് മുഴുവൻ തുറന്നു കൊടുക്കുമ്പോ ഒന്നൊരു അക്ഷരം മിണ്ടാതെ ഇപ്പൊ എന്തോ മദ്യത്തിന്റെ 2% 3% നികുതി കുറച്ചപ്പോൾ അങ്ങ് പൊക്കിപ്പിടിച്ച് കത്തും കൊണ്ടിങ്ങ് വന്നിട്ടുണ്ട്. എന്തിന്റെ ഉദ്ദേശത്തോടു കൂടിയാന്ന് ഞങ്ങൾക്ക് അറിയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ബോധമുള്ള ജനങ്ങൾക്കറിയാം, കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തകർക്കറിയാം കേട്ടോ. അതുകൊണ്ട് വായ പൂട്ടി മിണ്ടാണ്ട് അവിടെ പോയി ഇരുന്നോ. എവിടെയാണോ ഇപ്പൊ ഇരിക്കുന്ന ആ സ്ഥലത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ ആ ബഹുമാനം കിട്ടും. അല്ലാതെ ഇങ്ങനെ സ്വന്തം ഗവൺമെന്റ് നേരെ ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ, സത്യമായിട്ടാ പറയുന്നത്, പച്ചക്ക് വിളിച്ചു പറയും. മനസ്സിലാ? പിന്നെ അതിന്റെ പാർട്ടി പ്രവർത്തകര് പാർട്ടിനെ വിമർശിച്ച നേതാക്കന്മാരെ വിമർശിച്ചെന്നിട്ട് ഒരു വട്ടന്മാരും വരണ്ട. പിന്നെ ഇന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് സർക്കാരിനകത്ത് ചില കറക്ഷൻ ചെയ്യണം എന്നാ പറഞ്ഞത്. ഒരു വിദ്വാൻ ഒരു കറക്റ്റും ചെയ്യണ്ട. നല്ല വിവരവും വിദ്യാഭ്യാസവും ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യൻ തന്നെയാണ് VD സതീശൻ കേരളത്തിനകത്തുള്ളത്. അദ്ദേഹത്തിന്റെ 7 അരികത്ത് പോലും ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയവനിക്കൊന്നും എന്താ പറയുക സഞ്ചരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താ, ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യണ്ടേ? അത് ചെയ്തോ? ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്തൊക്കെ കോൺഗ്രസിന് ജയിച്ചു കയറേണ്ട MP സ്ഥാനമൊക്കെ BJP തൂക്കി പോകുന്നത്. എന്തുകൊണ്ടാ? ഇവന്റെ ഒക്കെ പിടിപ്പുകേടുണ്ടല്ലേ. അത്തരക്കാരം വന്ന് കത്തടിഞ്ഞ അല്ലാതെ ICUവിലായ ഒരു കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്ന് 3-2 ഭൂരിപക്ഷം കൊണ്ട് ഒരു സ്റ്റേറ്റിൽ ഭരിക്കുമ്പോ അവരെ തിരുത്തിക്കാൻ വേണ്ടി ഇപ്പൊ മൂപ്പർ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക. തീർത്ത് പറയുന്നു അവനോടും കൂടിയാ പറയുന്നത്. അടങ്ങി ഒതുങ്ങി എവിടെയാണോ പാർട്ടി ഉത്തരവാദിത്തം വെച്ചത് അവിടെ നിന്നോ കേട്ടാ. ഇവിടെ നോക്കാൻ, ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട, ഇവിടെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ട്. അത് അവരെ വഴിക്കങ്ങ് പോവട്ടെ. ഓക്കെ, അതിന് പിന്നെ സതീശന്റെ സ്റ്റഡി ക്ലാസ് എടുക്കാനൊന്നും ഇന്നിപ്പം കോൺഗ്രസിനകത്ത് വലിയ അവരാക്കാൾ വലിയ കഴിവുള്ളവരുണ്ടെന്നൊന്നും എനിക്കൊരു ധാരണയൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ വഴിക്കങ്ങ് വിട്ടേക്കുക. അതിനെ തിരുത്തിക്കാനൊന്നും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട. കഴിഞ്ഞ 10 വർഷം ഇവന്റെ ഒക്കെ അണ്ണാക്കിൽ എന്തേനുള്ളത്? ഇപ്പൊ എവിടുന്നാ വരുന്നത്? ഇതൊക്കെ എഴുന്നേറ്റിട്ട് അഭിപ്രായം പറയാനും കത്തും കുറച്ചക്കുറൊക്കെ പിടിച്ചിട്ട് സ്വന്തം പാർട്ടി വരുമ്പോഴേക്ക് എപ്പോഴുള്ള പ്രശ്നങ്ങളായത്. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കിയൊക്കെ ഓരോരോ ദിവസത്തെ എന്താ പറയുക ഇവരെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രതിഷേധിക്കാം. ഓക്കെ, ഞാൻ അവസാനമായി പറഞ്ഞു നോക്കുന്നു, സ്വന്തം പാർട്ടി ആരെങ്കിലും കുതികാല് വെട്ടാനോ പിന്നിൽ നിന്ന് കുത്താനോ നോക്കിയാൽ ഞാൻ ആവർത്തിച്ച് പറയും, സകലമായ ദൈവങ്ങളെയും പറയും, കാലേമാരി ഭിത്തിയിലടിക്കും. ഒരു തർക്കവും വേണ്ട. പാർട്ടി ഇവിടെ നിലനിൽക്കും. ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയാ വേണ്ടത്. മനസ്സിലായി? അല്ലെങ്കിൽ നിന്നെപ്പോഴുള്ള ഈ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനത്തെ അങ്ങ് എന്താ പറയുക വിറ്റ് തിന്നാനും മറ്റുള്ളവർക്ക് ഞാൻ പറയുന്നില്ല കൊടുക്കാനും വേണ്ടി ഉള്ള നേതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ട കേട്ടാ. ഇത്ര നല്ലൊരു ഗവൺമെന്റ് അല്ലേ, എത്ര നല്ല ബജറ്റ് അവതരിപ്പിച്ച് എല്ലാ മേഖലയിൽ തിളങ്ങിയല്ലേ ഗവൺമെന്റ് ഈ ഒരു മാസത്തിനിടയ്ക്ക് അല്ലേ. കേരളത്തിന് തന്നെ ഒരു പ്രതീക്ഷയായില്ലേ. ഈ ഞങ്ങൾ എതിരാളികൾ പോലും സാധാരണ എതിരാളിയായ പ്രവർത്തകരാണ് മറ്റു പാർട്ടിന്റെ, അവർ പോലും അംഗീകരിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഉളുപ്പില്ലാതെ വന്ന് പറയാ. ഗവൺമെന്റിന്റെ അകത്ത് ചില വീഴ്ചകൾ വരുന്നുണ്ട്. അത് എന്താ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്ന? പിന്നെ തന്റെ ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ ഏൽപ്പിച്ച പണി ഭംഗിയായിട്ടിങ്ങനെ ഇവൻ ആദ്യം അങ്ങനെ ഗവൺമെന്റിനൊക്കെ കുത്തം പറയുമ്പോ ആദ്യം ബാത്റൂമിൽ കയറി മുഖം കണ്ണാടിയിൽ നോക്ക്, ഞാൻ അത്ര ക്ലിയർ ഉണ്ട് എന്നുള്ള കാര്യം കേട്ടാ. എന്നിട്ട് വന്നാൽ മതി ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി. സ്വയം പ്രഖ്യാപിച്ചിങ്ങ് വരും ക്ലേതാവ് എന്നിട്ട് 10 പൈസന്റെ ഉപകാരം ഉണ്ടോ ഇല്ല, പാർട്ടിക്കുണ്ടോ ഇല്ല, നാട്ടുകാർക്കുണ്ടോ അതും ഇല്ല. എന്നാൽ ആരെങ്കിലും പാർട്ടിക്കും ജനങ്ങൾക്ക് ഉപകാരമുള്ള ആരെങ്കിലും വരുമ്പോ അവനെ പിന്നിൽ നിന്ന് കുത്താൻ എന്താ ഉഷാർ, എന്താ മിടുക്ക്?
കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാടിനകത്തെ മുഴുവൻ ബാറുകളൊക്കെ തുറന്നു കൊടുക്കും. ഇവനിക്കൊന്നും ഒന്നും ഉണ്ടാക്കട്ടെ, കത്തും വേണ്ട, കുറച്ചൊക്കെ റൂമിൽ ഒരു കൊറക്കമ്പിയും വേണ്ട. ഇപ്പം വന്ന് കത്തും പൊക്കി പിടിച്ചിട്ട് അത് എന്താ സാഹചര്യത്തിനനുസരിച്ച് എല്ലാ വിഭാഗത്തെയും വിശ്വാസത്തിലെടുക്കുമ്പോ അങ്ങനെ ഒരു ബജറ്റ് അത് വന്നത്. അത് പറയുമ്പോഴേക്ക് അവിടെ മദ്യത്തിന്റെ വീര്യം നികുതി കുറച്ചുകൊണ്ട് അത് കൂട്ടുകയല്ല വേണ്ട. സതീശൻ വെറും ഊളയൊന്നുമല്ലല്ലോ, എല്ലാം കാലെ കണക്ക് കൂട്ടിയിട്ട് കണക്കായിട്ടാണ് ഒരു ബജറ്റ് കൊണ്ടുവരിക. നിങ്ങൾ മാത്രം വിദ്വാന്മാരാ, വലിയ ബമ്പന്മാർ, നിങ്ങൾ ലോകം കണ്ടുപിടിച്ചവര് അല്ലേ, അങ്ങനെ വിചാരിക്കട്ടെ. എല്ലാ വിഭാഗങ്ങളും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിന് ബസ്സിന് നികുതി കുറച്ച് കൊടുത്തിട്ടില്ല, ടാക്സ് കുറച്ചിട്ടില്ലേ ബസ്സിന്റെ? എന്താ ആർക്കും പറയാത്തത്? അതെന്താ കുറച്ച് കൊടുത്തെന്ന് പറയാത്തൊരു കൂട്ടാൻ പറ. ഇപ്പൊ ഇന്നലെയല്ലേ ഏതൊരു കോൺഗ്രസിന്റെ നേതാവിന്റെ ബസ് 3 അങ്ങോട്ട് കയറ്റി വെച്ചുപോയി, നഷ്ടത്തിലോടുന്നൊക്കെ പറഞ്ഞ് വലിയ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റ ആഘോഷിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാം? പാവപ്പെട്ട സ്ത്രീകൾക്ക് ഫ്രീ കൊടുത്തതിന്റെ പേരിൽ. ലോകത്ത് എവിടെയെങ്കിലും ഇത്ര വിഡ്ഢിക്കൂസ്മാണ്ടന്മാര്? ഒരു ഗവൺമെന്റ് ഫ്രീ കൊടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അതിനെ എതിർത്തിട്ട് അതിനെതിരെ കോടതിയിലൊക്കെ പോയിട്ട് കോടതി മുഖം അടച്ചിട്ട് ആട്ടി വിടേണ്ട ഒരു ഗതികേടിലെത്തിയ ഒരു സമൂഹമാണ് കേരളത്തിലെ. മനസ്സിലാക്കാൻ നിങ്ങൾ ഫ്രീ കൊടുക്കുന്നതിനായിട്ട് കോടതി പോയി പോലും കോടതി പറഞ്ഞ് എടുത്തിട്ട് ആ വഴിക്ക് പോടേന്ന് പറഞ്ഞു, പോടേ ആ വഴിക്ക് എന്ന് പറഞ്ഞു, സർക്കാരിന്റെ പോലീസ് തകർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം പുതുതായിട്ട് വരുമ്പം എന്താ പറയാ, കുറച്ച് നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ പോകെ അതൊക്കെ റിക്കവറായിട്ട് വരുത്താണ്. അങ്ങനെയല്ല ചെയ്യുക. ഇപ്പൊ ഞാൻ ചോദിക്കും, ഒരു സ്ഥാപനം ഒരു പലചരക്ക് കട ഒരു സ്ഥലത്തുണ്ട് എന്ന് വെച്ചിട്ട് അടുത്ത പലചരക്ക് അതിന്റെ അപ്പുറത്തെ റൂമിൽ തുടങ്ങത്തില്ല ആരും പെട്രോളൊക്കെ. അപ്പൊ എന്താ മറ്റേ പഴയത് അങ്ങ് പൂട്ടിപ്പോക്ക ഇല്ല. അത് പയ്യെ എല്ലാം ക്ലിച്ചായി വരും. എന്നതുപോലെ തന്നെ ബസ്സുകൾക്കൊക്കെ ഇപ്പം ലേശം ഒരു വരുമാനം കുറവുണ്ടെങ്കിലും ആ വരുമാനം കുറയുന്നതിന്റെ പേരിലാണ് ടാക്സ് കുറച്ച് തന്നത് ഗവൺമെന്റ്. ഇല്ല, തന്നിട്ടില്ല നിങ്ങൾക്ക്. പിന്നെ ഇതിനെ കട്ടപ്പുറത്തങ്ങ് കയറ്റി വെക്കുന്നു. അങ്ങനെ നഷ്ടത്തിലോ നിങ്ങൾ ഓടണ്ട, നിങ്ങൾക്ക് വേറെ പണിക്ക് പോവാ, ബസ് കൊടുത്തിട്ട് പോട്. കാരണം ഇവിടെ പാവപ്പെട്ടവരെ പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾക്ക് കോടീശ്വരന്മാരാവണം. അതേ നിങ്ങൾക്ക് കിട്ടണ്ട അതേപോലെ അനുകൂലം ഇവർക്കും കിട്ടണ്ടേ, ഈ പാവപ്പെട്ട സ്ത്രീകൾ കിട്ടണ്ടേ? അതേ അവർക്കും കിട്ടുന്നുള്ളൂ. അങ്ങനെ ചിന്തിച്ചാ മതി. നിങ്ങൾക്ക് ഈ പാവപ്പെട്ട സ്ത്രീകളെ പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങ് ഉണ്ടാക്കണം ബിസിനസ് അല്ലേ, എന്നിട്ട് ഇവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. എന്നാൽ നേരെ മറിച്ച് അവർക്കും അതുപോലെ 100 രൂപ അവർക്കും കിട്ടട്ടെ. ഇന്നലെ ഒരു പാവപ്പെട്ട സ്ത്രീ ബസ് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന്? എനിക്ക് 100 രൂപ ഈ ഗവൺമെന്റ് വന്നതുകൊണ്ട് മെച്ചമുണ്ട്. ആ 100 രൂപ ഞാൻ എന്റെ സുഖമില്ലാത്ത ഭർത്താവിന് ഗുളിക വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കാശ് മിച്ചം പിടിക്കാൻ പറ്റിയെന്നൊക്കെ പറയുമ്പോ എത്ര സുഖമുണ്ട് അതൊക്കെ കേൾക്കാൻ വേണ്ടി. ദൈവത്തിന്റെ ഭാഗത്തെ പുണ്യം കിട്ടൂലേ ഈ ഗവൺമെന്റിന്? ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ജനങ്ങളും ജീവിക്കുന്നുണ്ട് ഈ നാട്ടില്. മനസ്സിലായ? അല്ലാതെ 3-4 ബസ് പാവപ്പെട്ട ബസ്സുകാർ പോലെ അങ്ങനെ 4-5 ബസ്സുകൾ പാവപ്പെട്ടതല്ല. വിശ്വസിച്ച് കേട്ടാ. വെറും ലാഭം മാത്രം പ്രതീക്ഷിക്കല്ല, കുറച്ചൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകും, കുറച്ചൊക്കെ ഈക്വാലിറ്റി പോകും. അപ്പൊ അതിനൊക്കെ സഹകരിക്കും. അല്ലാതെ ഇതും പൊക്കി പിടിച്ച് കോടതിയിലൊക്കെ അല്ല പോണ്ടേ. കോടതിയിലൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് പഠിച്ച് LLB ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാ. അവർക്ക് ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. അവരൊക്കെ തലനാരികളിൽ നിന്ന് കീറി പരിശോധിച്ചിട്ട് വിധി പ്രഖ്യാപിക്കും. അങ്ങനെ വിധി പ്രഖ്യാപിച്ചിട്ട് എടുത്തിട്ട് പോടേന്ന് പറഞ്ഞു. എടുത്ത് പോടേ, അത് തുടരട്ടെ എന്നാ പറഞ്ഞത്. മനസ്സിലായ? എന്നിട്ട് ഈ ഇങ്ങനത്തെ കുറെ വേട്ടാവളി ഈ മന്ന ബുദ്ധികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിലാന്ന് തോന്നുന്നു. കേരളത്തിൽ ഒരു നല്ല കാര്യം വരുമ്പോ അതിനെ മുടക്കാൻ വേണ്ടി മുണ്ടും പൊക്കി എല്ലാം ഇറങ്ങിക്കോളും. എന്നിട്ട് പറയും ആ സ്ത്രീകൾക്ക് കൊടുത്ത നല്ലത് തന്നെ നല്ല. പക്ഷെ മറ്റൊരു സ്ഥാപനത്തിന് മറ്റേ സ്ഥാപനത്തിന്റെ എന്താക്കി ബസ്സാറ് പറവിദ്യ ഉണ്ടാക്കിയ അല്ല, നിങ്ങൾ ഓടണ്ടെന്ന് പറഞ്ഞ നിങ്ങൾക്കും തന്നില്ല ആനുകൂല്യം. ബജറ്റിന് തന്നില്ലേ? ടാക്സ് വെട്ടിക്കുറച്ചില്ലേ നിങ്ങളെ? എന്താ അത് പറയാത്തത് എന്താ? എന്നിട്ട് വലിയ ക്യാപ്ഷൻ കൊടുത്തത് കോൺഗ്രസിന്റെ സെക്രട്ടറിക്കിന്റെ ബസ്. കോൺഗ്രസിന്റെ സെക്രട്ടറിക്ക് ബസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ലാഭം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പാർട്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവിടെ ഇവിടെ കോൺഗ്രസ്സുകാരനായാലും CPM-കാരനായാലും BJP-കാരനായാലും SDPക്കാരനായാലും എല്ലാവരും കണക്ക് തന്നെ. നിയമത്തിന്റെ മുമ്പിൽ എല്ലാം അവിടെ നിന്നോളുക. ഗവൺമെന്റ് ഒരു പോളിസി പ്രഖ്യാപിച്ചാൽ അതിലങ്ങ് പൊയ്ക്കോളൂ. അതിൽ പിന്നെ കോൺഗ്രസ്സുകാരന് നഷ്ടം വരുമ്പോൾ കോൺഗ്രസ്സുകാർ എന്താ ഉണ്ടാക്കി കൊടുക്കുക? വേണ്ട ജനങ്ങളായിട്ട് ഞങ്ങൾ ഗവൺമെന്റ് എന്നൊരു മനുഷ്യനായി കാണുന്ന ഗവൺമെന്റാണ് ഇത്. അതിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുമ്പോൾ ഞങ്ങൾ കോൺഗ്രസ് ഞങ്ങൾ ജയിച്ചിട്ടുണ്ടാവും ഉണ്ടാവും. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് വന്നാൽ ഈ ഗവൺമെന്റ് ജനങ്ങൾക്കുള്ള ഗവൺമെന്റാണ്. അതിനകത്ത് പിന്നെ കോൺഗ്രസുകാർക്ക് പ്രത്യേകം കൊമ്പുണ്ട്, ഇവിടെ CPM-മാർക്ക് അതില്ല, അല്ലെങ്കിൽ BJP-ക്കാർക്ക് അത് അർഹതപ്പെട്ടത്. അങ്ങനെ ഒരു വാക്കേ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകത്തില്ല.
എല്ലാവരും സഹകരിക്കുക. സബ്സിഡി കിട്ടുന്ന നിങ്ങൾ വാങ്ങിച്ചോ, എല്ലാവരും വാങ്ങിച്ചോ, എന്തായാലും തർക്കം? കിട്ടുന്നവർക്ക് കിട്ടട്ടെ, അതിന് പ്രോത്സാഹനം കൊടുക്കുക. അല്ലാതെ എല്ലാറ്റിനും മുടന്ത ന്യായം പറയും. എന്നിട്ട് ഈറ്റിങ്ങൾ പറയും ചെയ്യും ആകാശത്ത് എന്താ ഭൂമിക്ക് ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കേരളക്കാർക്ക് അവരെ അറിയാം. ഇവർ വലിയ ബുദ്ധിമാന്മാരാവുമല്ലോ. എന്തെന്ന് ബുദ്ധിമാന്മാർ ഇപ്പൊ നോക്കണ. ഏതെങ്കിലും സ്ത്രീകൾക്ക് കിട്ടുന്ന ഫ്രീ അതിനെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ താത്വിക അവലോകനങ്ങളോ. ഇതെവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തും, ഇതെവിടെ നിന്ന് കൊടുക്കും, ഇത് ഓരോരുത്തരങ്ങ് പ്രവചിക്കുക. ഇതൊരു മാസമേ ഉണ്ടാകൂ, ഇത് തുടർന്ന് പോവാങ്ങ്. എന്തൊക്കെ പ്രവചനങ്ങളാ. അങ്ങ് അവലോകനം ചെയ്യും. താത്വിക അവരൊക്കെ എവിടെയൊക്കെ പോയി കണ്ട് പഠിച്ചു വന്നിരുന്ന പോലെ അങ്ങ് കുത്തിരുന്നിട്ട് അങ്ങ് പറയല്ലേ. ഈ കേരളം ഇക്കാലത്ര ഉണ്ടായിട്ട് ഇന്ന് വരെ ഇത്രയൊന്നും ഒരു പദ്ധതി ഒരാൾ നടപ്പാക്കിയില്ലെങ്കിൽ ഒരു ആശയം പോലും മുന്നോട്ട് വെച്ചിട്ടില്ല. അത് അങ്ങനെയുള്ള സ്റ്റേറ്റിനകത്ത് സ്ത്രീകൾക്ക് ഫ്രീ ആയി ബസ് കിട്ടി. പൊക്കോട്ടെ. അതിപ്പോ എന്റെ ഭാര്യ ഉണ്ടാവും, എന്റെ മകളുണ്ടാവാം. എന്റെ മകളൊക്കെ ഇപ്പൊ കോളേജിലേക്കൊക്കെ പോകുമ്പോ ഒരു 40 ഉറുപ്പ്യന്റെ ലാഭമുണ്ട്. കാരണം 40 ഉറുപ്പ്യ എനിക്ക് ഡെയിലി 80 ഉറുപ്പ്യ ചില്ലറപ്പെട്ട പൈസ എനിക്ക് എന്താ ഇവിടുന്ന് വെറുതെ കിട്ടുന്നുണ്ട്. ആ കാശ് ഇല്ല. നമ്മൾ ഈ 50 ഡിഗ്രി ചൂടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടാക്കുന്ന കാശാ. അപ്പൊ അങ്ങനെയൊക്കെ അതിനൊക്കെ ഒരു സബ്സിഡി ഗവൺമെന്റിന്റെ ഭാഗത്തിട്ട് ഞാനൊക്കെ സന്തോഷിക്കുകയെന്ന്. അതെല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള ചിന്താഗതിയാ. പിന്നെ കുറെ ജോലിക്കാരില്ലേ, ഇങ്ങനെ കണ്ട ജോലിക്കാരില്ലേ, അവർക്ക് ഗവൺമെന്റ് ശമ്പളം ഉണ്ടായിരിക്കാം. അവരവരെ മനസാക്ഷിയോട് യോജിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർ ടിക്കറ്റ് എടുക്കുമ്പോൾ പൊക്കോട്ടെ, അവർക്ക് അങ്ങനെയും ചെയ്യാലോ. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് റദ്ദാക്കണം എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാ? ഈ പറയുന്നവരും ഈ കേസ് കൊടുത്തവന്റെ ഒക്കെ പെങ്ങളും അല്ലെങ്കിൽ ഭാര്യയും അമ്മച്ചിയും ഒക്കെ പിന്നെ ഇതുപോലത്തെ KSRTCയിൽ ഫ്രീ ആയി പോകുന്നുണ്ടാവും. എവിടെ നല്ല കാര്യം വരുന്ന അവിടെ ഉണ്ടാവും ഇവറ്റകള്. ഇത്ര മന്ന ബുദ്ധികളായ ഒരു സ്വയം പ്രഖ്യാപിക്കാங்க നമ്മളെന്തോ സംഭവം. എന്ത് സംഭവം? ഇപ്പൊ ഞാൻ ചോദിക്കുക, ഇതേ നടപ്പാക്കൽ തന്നെ കർണാടകത്തിൽ നടപ്പാക്കി. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടോ? അവിടെ പ്രൈവറ്റ് ബസ് ഇല്ലേ? അവിടെ എല്ലാം ഉണ്ടല്ലോ. ആരെങ്കിലും ഒരു പ്രശ്നമാക്കുന്നത് നിങ്ങൾ ആരും കണ്ടോ? തൊട്ടടുത്ത സ്റ്റേറ്റ് തമിഴ്നാട് ഇതേപോലെ തന്നെ ഫ്രീ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആന്ധ്രാപ്രദേശിൽ വല്ല പ്രശ്നമുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്തിന് വന്നു കഴിഞ്ഞാൽ വലിയ അവർകളായിട്ട് കുറെ എണ്ണം ഇറങ്ങും. വലിയ താത്വിക അവലോകനവും ഗവേഷണവും ഒക്കെ കൊണ്ട് സ്കെഡ് മിസൈൽ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കുന്ന വെയിലക്കൂടിയ വന്നിട്ട് അവിടെ ചാനൽ ചർച്ചയിൽ വന്ന് അവിടെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബസ് എങ്ങനെ പോകും, അവിടെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെയല്ലേ, ഇവിടെ ഇങ്ങനെ പോയിന്റ് കുറഞ്ഞാൽ അവിടെ ഇങ്ങനെ GDP കയറൂല, എന്തോ ഒലക്കായി പറയുന്നു. അങ്ങനെ സാധാരണ ലളിതമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഇതെങ്ങനെ സാമ്പത്തിക ബജറ്റ് എങ്ങനെ ഉണ്ടാക്കും അത് ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന് പുറത്ത് ടാക്സ് കൂടിയത് കൊണ്ട് ഒരുപാട് ബസ്സുകൾ ഇന്റർ സ്റ്റേറ്റിൽ പോയിട്ട് ടാക്സ് പെർമിറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ വെട്ടിച്ചുരുക്കിയിട്ട് അവരെയൊക്കെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമ്പോ അതിന്റെ പിന്നെ റവന്യൂ വരുമാനം ഈ ഗവൺമെന്റിന് കൂടും. മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിനെങ്ങനെ ഈ പണം കണ്ടെത്തും എന്ന ചിന്തയും കൂടി ഈ ഗവൺമെന്റ് മുന്നോട്ട് വെക്കൂ. മനസ്സിലായ? അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് അത് നടപ്പാക്കിയവരും അത് പ്രഖ്യാപിച്ചവർക്കും അവർക്ക് ആ ബുദ്ധിയില്ലേ, അവരതൊക്കെ ചെയ്തോളൂ. ഇത് അന്തിച്ചർച്ചയിൽ വന്നിരുന്നിട്ട് അവിടെ ഇങ്ങനെയല്ലേ, ഇവിടെ ഇങ്ങനെയല്ലേ, അവിടെ അങ്ങനെ പോയോ, ഇവിടെ ഇങ്ങനെ പോയോ എന്തെന്നായി പറയുന്നത്. കൊറേണത്തെ കൊണ്ടേ ഇരുത്തിയിട്ട് എന്നിട്ട് സാമ്പത്തിക വിദഗ്ധ ഇന്ത്യ ഉണ്ടാക്കിയ ചരിത്രകാരൻ പേരും സത്യമാണ്. ഏത് ഗവൺമെന്റ് വന്നാലും ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ, അത് സന്തോഷിക്കുക. ഇതല്ല. ഇതപ്പാടും അതിന്റെ ഉള്ളിലേക്കൂടി ഇറങ്ങിപ്പോയിട്ട് അങ്ങ് അവലോകനം ചെയ്ത് അതിനെ പരിശോധിച്ച് ഈ ഗവൺമെന്റിലെ മുൻ ഗവൺമെന്റിലെ മന്ത്രിമാർ കക്കുന്ന പൈസ മാത്രം മതിയടോ. കക്കാണ്ട് അഴിമതി ഇല്ലാണ്ടായ തന്നെ ഇതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോവാ. മനസ്സിലായ? ഇവറ്റകളെ കക്കുന്ന പൈസ ഉണ്ടല്ലോ അത് മാത്രം മതി. ഇപ്പൊ ഇന്നലെ എത്രയോ സ്കൂളിലെ വിദ്യാർത്ഥിനികളൊക്കെ എന്തെങ്കിലും ആവേശം അവർക്കൊക്കെ. പോട്ടെ, ഗവൺമെന്റല്ലേ, പോട്ടെ. എന്നിട്ട് അതിനും കണ്ടത്ത് തുരപ്പ് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇടതുവശത്തിന്റെ അവറ്റകളൊക്കെ ഞാൻ പിന്നെ പറയലില്ല. കാരണം എന്താ അറിയോ, എവിടെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു പ്രശ്നമുണ്ടോ അവിടെ നല്ല എന്തോ നടക്കുന്നത് നമ്മൾ വിചാരിച്ചോളുക.
ഐറ്റങ്ങളുടെ ചിന്താഗതി അങ്ങനെയാണ്. അത് 1947 രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷം ഇങ്ങോട്ട് 48 മുതൽ ഇങ്ങോട്ട് അവറ്റകളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെ നല്ല കാര്യം ചെയ്യുന്നുണ്ടോ അവിടെ ഇവറ്റകളെ കോണകവും പിടിച്ച് അവിടെ എത്തും. അത് നശിപ്പിക്കാൻ വേണ്ടി, അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി. മനസ്സിലായ? നിങ്ങൾ ഓരോ സമരം ഇവറ്റകളെ നോക്കൂ. കമ്പ്യൂട്ടർ കൊണ്ടുവരാൻ നോക്കും അതിനെതിരെ സമരം ചെയ്ത നാളം കെട്ട വർഗ്ഗങ്ങൾ. എന്നിട്ട് ആ കമ്പ്യൂട്ടർ കൂടുതൽ നെഞ്ഞത്ത് വെച്ച് ഉപയോഗിക്കുന്ന ഇവറ്റകൾ തന്നെയാണ്. യന്ത്രവൽക്കരണം രാജ്യത്ത് കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെയും സമരം ചെയ്ത് എതിർക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അന്നത്തെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട് ഇവറ്റകളെ ഈ സമരം നടക്കണം അടിച്ചൊതുക്കിയിട്ട് അടിച്ചോടിച്ച് എന്നിട്ട് അതൊക്കെ നടപ്പാക്കി. എന്നിട്ട് ഇപ്പൊ ആ സാമഗ്രികളെ മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന ഇവറ്റകൾ തന്നെയാണ്. മനസ്സിലായ? അതുകൊണ്ട് ഇവറ്റകൾ ഇതിനെ എതിർക്കുന്നത് ഞാൻ വലിയ ഗൗരിക്കുന്നില്ല. കാരണം ഇവറ്റകളെ ലക്ഷ്യം അത് തന്നെയാണ്. എന്തൊരു നല്ല പരിപാടി നല്ല കാര്യങ്ങൾ വരുന്നുണ്ടോ ഇവറ്റകൾ ഈ ചെങ്കോണകവും ഈ കോണകവും പിടിച്ച് അവിടെ ഉണ്ടാവും. ഇത് സാധാരണക്കാരന് ഒരു ബിസിനസ് തുടങ്ങട്ടെ അവിടെ എത്തും ഇവറ്റകൾ. അങ്ങനെയാണല്ലോ കൊല്ലത്ത് ഒരു പ്രവാസി അയാള് 10-35 വർഷക്കാലം സൗദിയിലെങ്ങാട്ട് നിന്ന് അധ്വാനിച്ച് അതിൽ മിച്ചം വെച്ച ഒരു കാശ് കൊണ്ട് കൊല്ലത്തെങ്ങാട്ട് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ആ പാവം പിടിച്ചു 10-65 വയസ്സായി. അത് അവിടെ തുടങ്ങി അത് പണി സ്റ്റാർട്ടാക്കുമ്പോൾ കീഴായി കോണകവും കൊണ്ട് അവിടെ എത്തി. ഈ ചോപ്പ് കോണകവും കൊണ്ട് അവിടെ സമരം എന്തോ തൊഴിൽ കൊടുക്കണാക്കുന്നത്. ആ പുള്ളിക്കാരനെടുത്ത് സുഖമായിട്ട് നിങ്ങളെ യാഗം കഴിക്കുന്ന പറഞ്ഞിട്ട് അത് പോയിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത്. മനസ്സിലായ? ജോലിയും കിട്ടി, പുണിയും കിട്ടി, എല്ലാം കിട്ടി. മനസ്സിലായ? അത് നശിപ്പിച്ച്. ആ സാജൻ എന്ന് പറയുന്ന ഇവറ്റകളെ പാർട്ടിക്കാരൻ തന്നെയാണ്. ഇവറ്റകളെ പാർട്ടി. അദ്ദേഹം ഏതോ യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് അദ്ദേഹവും ഒരു 10-15 വർഷക്കാലം അധ്വാനിച്ച് കാശൊക്കെ ഉണ്ടാക്കി വന്ന് ഇവിടെ എന്തൊരു കല്യാണ മണ്ഡപമാറ്റം എടുത്ത് അതിന്റെ പരിപൂർണീകരിച്ച് ചെയ്ത് കൊടുത്ത് അതിന്റെ ലൈസൻസ് നോക്കുമ്പോൾ ആ തളിപ്പറമ്പിൽ മത്സരിച്ച ആ ടീച്ചറാ. എന്നാ ടീച്ചറൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ആ സ്ത്രീ എന്തോ അവർക്ക് എന്തോ കൊടുക്കാഞ്ഞിട്ടാ എന്തോ ഒന്നും അറിയില്ല, അത് നിഷേധിച്ച് ആ പാവം പിടിച്ചവന് കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തേ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാൻ തുടങ്ങി, പോയി സ്വന്തം ആത്മഹത്യ ചെയ്ത്. മനസ്സിലാക്കണം. അതാണ് ഇവറ്റകളെ ചരിത്രം. അതുകൊണ്ട് ഇവറ്റകളെ എതിർക്കുന്നതിന് ഞാൻ വലിയ കാര്യമാക്കുന്നത്. ഇവറ്റകൾ ഉണ്ടാവും എനിക്കറിയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ എണ്ണം വന്നിട്ട് ഇപ്പോ എങ്ങനെ നിഷ്പക്ഷപതികൾ അത് അവിടെ അങ്ങനെയല്ലേ ഇത് ഇവിടെ എങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്കിത് പറയേണ്ടി വരുന്നത്. കേട്ടാ? അതിന്റെ കൂടെ ഇപ്പം കൂട്ടത്തിൽ നിൽക്കുന്നവന് കുതികാലി വെട്ടാൻ വേണ്ടി പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി കുറെ എണ്ണം ഇപ്പൊ തലപൊക്കി ഇങ്ങനെ നോക്കുക. മാളത്തുനിന്ന് പാമ്പ് കത്തി നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുക ഭരിക്കുക. ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. കേട്ടാ? മനസ്സിലാക്കിക്കോ. തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ പറയും. ഗവൺമെന്റിന്റെ വീഴ്ചകൾ വരുന്നത് ഞങ്ങൾ ഇതുപോലെ പറയുമ്പോൾ അന്നേരം തിരുത്തിയാൽ മതി. അണികൾ പറയും. മനസ്സിലായ? അതുകൊണ്ട് ഒരാൾക്ക് ഏൽപ്പിച്ച ജോലി പാർട്ടി തന്ന ഉത്തരവാദിത്വം അത് ഭംഗിയായി പാർട്ടിയെ വളർത്താൻ വേണ്ടി മുന്നോട്ട് പോവുക. മനസ്സിലായി? അല്ലാതെ ഇപ്പം നിൽക്കുന്നവനെ അവനെ വലിച്ചതായിട്ട് എനിക്ക് അവിടെ കയറി ഇരിക്കണം എന്നുള്ള ചിന്തയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞത് കാലേ വാരി വിത്തിയിലടിക്കും. ഒരു തർക്കവും വേണ്ട. കാലമൊക്കെ പുരോഗമിച്ചിന്. എന്താ ഇപ്പൊ കമ്പ്യൂട്ടർ യുഗാന്ന്, IT മേഖലയാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കോ. ഓക്കെ? പിന്നെ വർത്താനവും സ്റ്റേറ്റ്മെന്റും മാധ്യമങ്ങൾക്ക് കൊടുക്കുമ്പോ ഞാൻ പറയുന്നില്ല, ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ പറയുക, മാധ്യമങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഓക്കെ? കാരണം എന്താ അറിയോ, ഈ ജനകീയ സർക്കാരിനെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇകഴ്ത്തിക്കെട്ടാൻ വേണ്ടി നാടിനകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും കച്ച കെട്ടി ഇറങ്ങുന്നത് നിങ്ങളൊക്കെ വേക്കലൊക്കെ കോയിലും പിടിച്ചു വരും. ഈ കുന്തവും പിടിച്ചിട്ട് എന്തെങ്കിലും വായിന്ന് കിട്ടിയാൽ അതിനെ അവർക്ക് വേണ്ട ഭാഗങ്ങൾ അടർത്തിക്കൊണ്ടുവന്ന് മറ്റേ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി. മനസ്സിലായ? അപ്പൊ അതെല്ലാം ഓർമ്മ വേണം. അല്ലാതെ ഈ ബോധവും പൊക്കണവും ഇല്ലാത്തവര് പറയും പോലെ വായിക്ക് തോന്നിയ കാലത്ത് എഴുന്നേറ്റ് വന്ന് മാധ്യമത്തെ കാണുമ്പോൾ ഞാൻ പിന്നെ അവർകളാവുന്നിച്ചിട്ടുള്ള ഈ വിടുവായിട്ടുണ്ടല്ലോ അതെല്ലാം അവസാനിപ്പിച്ചു. കേട്ടാ? തീർത്ത് പറഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ പച്ചക്ക് വെളിച്ച് കീറി ഭിത്തിയിലൊട്ടിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. എത്ര ഭക്തന്മാരാ എത്രയാളെ വെച്ചാലൊന്നും നമ്മൾ പുല്ലുപോലെ കൂട്ടാക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് ഈ പാർട്ടി കൊണ്ട് ജീവിക്കണമെന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് കോൺഗ്രസ് വേണം. ആ പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കണം. മനസ്സിലായ? അതിനെ നശിപ്പിക്കാൻ ഞങ്ങൾ ആ ജീവനുള്ള കാലത്തോളം അനുവദിക്കത്തില്ല. ഒരുത്തന്നെ അനുവദിക്കത്തില്ല. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തൻ വരും. ഇപ്പൊ ഞാൻ അതാ ചിന്തിച്ച് ഈ കാലത്ത് ഈ സർക്കാർ ഈ ഭാരം മുഴുവൻ തുറന്നു കൊടുക്കുമ്പോ ഈ നാടിനകത്ത് ഇങ്ങനെ കട്ടുമുടിച്ച് ജനങ്ങളെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ഒരു അക്ഷരം പോലും ഇവറ്റകളൊന്നും വേണ്ടിയില്ല. ഒരു അക്ഷരം അന്നേരം ഒരുത്തിന് ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പം മാളത്തുനിന്ന് പാമ്പിറങ്ങുന്നത് പോലെ
ഞങ്ങളെ ഗവൺമെന്റ് വന്ന് ആ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിലെത്തിച്ചവരെ സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് കത്തും കമ്പിയും ടെലിഫോണും കൊണ്ടിങ്ങ് വരിക. എന്നിട്ട് മാധ്യമങ്ങൾ ഇതാ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി തലമുതിർന്ന നേതാവ് എന്തോ ഒണ്ടെഴുതി എന്ന് പറയുന്നത് പ്രേമല എഴുതുന്ന എന്നാ കത്തെഴുതണ്ടെന്ന് പിന്നെ നേരിട്ട് ഫോൺ വിളിച്ചങ്ങ് പറഞ്ഞപ്പാരെ നിങ്ങൾക്ക് കത്തെഴുതണ്ടേ? മാധ്യമത്തിന്റെ മുമ്പിൽ ഇത് ഞാൻ പറയുന്നില്ല വെറുതെ. സ്വന്തം പാർട്ടിക്കകത്ത് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആരും അറിയാതെ ടെലിഫോണിലെ കൂടി സംസാരിച്ച് നിങ്ങൾ ആ മറ്റേ പൊന്തിച്ച ശരിയായിട്ടില്ലേ, അത് എന്തിനങ്ങനെ അത് കുറച്ചും കൂടി ആ നികുതി കൂട്ടിക്കോ അതല്ലേ നല്ലതെന്നൊക്കെ സ്വാഭാവികമായിട്ട് ചോദിച്ചാൽ അതാരും അറിയില്ല. അവർ രണ്ടു പേരെ അറിയൂ, അല്ലെങ്കിൽ പാർട്ടിന്റെ ആളെ അറിയും. ഇതല്ല, ഇത് വലിയ കുളിച്ച് ഓർഡർ ഇട്ടു ഇങ്ങനെ വന്ന് കതറിട്ടിട്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവിടെ ആരെ കേൾപ്പിക്കാനായത്? ആരായി കേൾക്കേണ്ടത്? കോൺഗ്രസിന് നല്ലത് വരാൻ വേണ്ടി ചെയ്യുന്ന പണിയാ ഇതൊക്കെ. ഇനി അത് മാത്രമല്ല, ഇനി സർക്കാരിന്റെ ഭാഗത്തുമല്ല വീഴ്ച ഉണ്ടോ? എന്തിനാ മാധ്യമത്തോട് പറയുന്നത്? ആ പുള്ളിക്കെന്താ നേരെ വിട്ട് വിളിച്ച് പറഞ്ഞാൽ പോരെ? കേരളത്തിലെ മുഖ്യമന്ത്രിയോടോ മന്ത്രിസഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയണം. ഇങ്ങനെ വിവാദത്തിലേക്ക് പിന്നെ ഗവൺമെന്റ് പോവാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് പെരുമാറി, ശ്രദ്ധിച്ച് പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ആളെ വെക്കുമ്പോൾ അല്ല ശ്രദ്ധിച്ച് വെക്കണം എന്ന് പാർട്ടിയിൽ അവരെ വിളിച്ചു പറഞ്ഞാൽ പരസ്പരം. അതെന്തിനും മാധ്യമത്തിന് കൊടുക്കേണ്ട ആവശ്യമോ? എനിക്കത് അതിന്റെ ലോജിക്കാ മനസ്സിലാവാതെ. ഇതെന്ത് എതിരാളികളാ ഭരിക്കുന്നത്? അല്ല, എതിരാളികളാ പറയുന്നത്. ഇതിന്റെ മറിമ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിങ്ങൾക്കാർക്കും മനസ്സിലാവുന്നുണ്ടോ? ഞാനങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ.